വെൽക്കം ടു ഷാഹി ഇഫക്റ്റ്. നല്ല നാടൻ മുറുക്ക് കഴിച്ചാലോ? ഒന്ന് വയത് തരണം. മുറുക്കിൻ്റെ കഥയിലേക്ക് അവർക്ക് സ്വാഗതമുണ്ട് കേട്ടോ. മലയാളികളുടെ ഒരു ഫേവറേറ്റ് ഡിഷാണ് എന്തെന്നാണ് നമ്മുടെ ഈ പറഞ്ഞ മുറുക്ക്. പ്രത്യേകിച്ച് ഈ കല്യാണം, ഈ അനുബന്ധിച്ചുള്ള വിശേഷങ്ങൾക്കൊക്കെ ഒരു ഒഴിച്ചുകൂടാൻ പറ്റാത്ത കേരളീയ വിഭവമാണ് നമ്മുടെ നാടൻ മുറുക്ക്. അപ്പോൾ നാടൻ മുറുക്ക് എങ്ങനെ ഉണ്ടാക്കാം കണ്ടാലോ? കൊല്ലംകോട് യാത്രയ്ക്ക് പോയപ്പോൾ ഊരമ്പിൽ നിന്ന് പകർത്തിയ നാടൻ മുറുക്ക് ചരിത്രമാണിത്. ആ ഇരുമ്പ് പ്ലേറ്റില്ലേ, അതിൽ ഈ അമ്മച്ചി ഇങ്ങനെ വിരൽ വെച്ചിട്ട് ഇങ്ങനെ കറക്കി 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 ആ അച്ചിൽ ഉണ്ടാക്കും. എന്നിട്ട് ഈ ഇരുമ്പിൽ ആ അച്ചിൽ ചെയ്ത് വെച്ച മുറുക്ക് തിളച്ച എണ്ണയിലോട്ട് ഇടുക. അത് കഴിഞ്ഞിട്ട് ഈ മുറുക്ക് ഏതാണ്ട് പാകമാകുമ്പോൾ ആ പ്ലേറ്റിൽ നിന്ന് ഈ സാധനം എന്താണ് വേർപെട്ടിട്ട് അത് അവിടെ കിടന്ന് മൊരിയും. അത് കുറേ കഴിയുമ്പോൾ ആ ഇരുമ്പ് ആ പ്ലേറ്റിന് എന്ത് ചെയ്യും, ഒരു കമ്പി വെച്ച് അത് മാറ്റും. ഒരു 20 മിനിറ്റ് പ്രോസസ്സ് കൊണ്ട് നാടൻ മുറുക്ക് റെഡിയാവും. നമ്മുടെ അരിമാവ്, എള്ള്, ഇച്ചിരി ഉപ്പ്, ഇച്ചിരി മുളക് പൊടി, അതിൻ്റെ ഒരു പാകത്തിനാണ് വരുന്നത്. ഇതെല്ലാം കൂടെ കുഴച്ചുള്ളൊരു പരിപാടിയാണ്. ഇത് കുഴച്ചെങ്ങനെ ഉരുട്ടി ആ വലിയ പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ആ അമ്മച്ചി ഓരോ പ്രാവശ്യം ഒരു ഉരുണ്ട ഇങ്ങനെ എടുത്ത് കൈ കൊണ്ടൊരു കറക്കി ഇങ്ങനെ എണ്ണയിൽ വറുത്തെടുത്താൽ എന്ത് കിട്ടും? നല്ല നാടൻ മുറുക്ക് കിട്ടും. പറയാൻ നല്ല എളുപ്പമാണ്. ചെയ്ത് നോക്കുമ്പോഴേക്ക് അറിയാവും ഇതൊരു പ്രത്യേക ടെക്നിക്കാണ്. പഴയ ഈ എന്താണ് നാട്ടിൻപുറത്തെ അമ്മച്ചിമാരുടെ ഒരു ടെക്നിക്കാണ്. ഇപ്പോൾ പിന്നെ ഇപ്പോൾ പുതിയ സ്റ്റൈലിൽ മുറുക്കൊക്കെ എന്ന് പറയുമ്പോൾ മെഷീൻ മെയ്ഡാണ്. പക്ഷേ ഇത് ശരിക്കും നാട്ടിൻപുറത്തെ, അതായത് തമിഴ്നാട് കേരള ബോർഡർ പൂരം എന്ന സ്ഥലത്തുനിന്ന് പകർത്തിയൊരു വീഡിയോയാണിത്. അപ്പോൾ കൊല്ലംകോട് കാണാൻ ഇറങ്ങിയതാണ്. ബീച്ചും കടപ്പുറമൊക്കെ എന്താണ് അവിടുത്തെ പാറക്കെട്ടൊക്കെ ഒന്ന് കണ്ടിറങ്ങാൻ വിചാരിച്ച് പോയ വഴിക്ക് കിട്ടിയ ഒരു സംഗതിയാണിത്. അപ്പോൾ നല്ല നാടൻ മുറുക്ക് കണ്ടല്ലോ. അപ്പോൾ എങ്ങാനും ഊരമ്പൂഴി എന്നാണ് നമ്മുടെ കൊല്ലംകോട് പോകാൻ തോന്നിയാൽ, ബീച്ചിൽ പോകാൻ തോന്നിയാൽ ഈ അമ്മച്ചിട്ട് കാണുക, ഇറങ്ങുക, മുറുക്ക് കഴിക്കുക. എവിടെയാണ് വീട്? അക്കിളി വരെ. ആ അപ്പോൾ പറഞ്ഞൊരു ബന്ധുക്കളാവോ? കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.